ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് കൈമ റൈസ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഒരു അരമണിക്കൂറത്തേക്ക് നമ്മൾ മാറ്റി വെക്കണേ. പിന്നെ ഞാനിന്നിവിടെ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് വന്നിട്ട് ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ അടുത്ത നമുക്ക് സവാള വേണം, ഇഞ്ചി വെളുത്തുള്ളിയും വേണേ. ഇത്രയും എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നീട് നമുക്ക് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം നല്ല തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ച അരി അതിനകത്തെടുത്തിട്ട് വേവിക്കുക. ഏകദേശം വെന്ത് പോയി അങ്ങ് കുഴഞ്ഞു പോവേ. അങ്ങനെ നമ്മൾ ഏകദേശം ഹാഫ് കുക്ക് ചെയ്ത റൈസ് എടുത്തും പിന്നീട് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ അടുത്തൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ എടുത്തിട്ട് ആ വെള്ളത്തിനോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യം വേണ്ട കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഒഴിച്ച് വെള്ളം വറ്റുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടുക. അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് വലിയൊരു കടായി എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, പിന്നെ അടുത്ത് കുറച്ച് വെളുത്തുള്ളിയോ ചോപ്പ് ചെയ്ത് വെച്ചാൽ അതും ആഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ സവാള, നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസ്, ക്യാരറ്റ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നീട് അടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിവിടെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാനിപ്പോൾ എടുത്തത് 3 മുട്ടയാണ്. ആ 3 മുട്ട പൊട്ടിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിക്സിനകത്തോടെ കുറച്ച് സോയ സോസ് ഒഴിച്ചിട്ട് പിന്നെ ഈ മുട്ടയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതും കൂടെ അതിനകത്തിട്ട് എല്ലാം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതാ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കനും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതും ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച റൈസും കൂടെ അതിനകത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ നമ്മൾ കൈമ റൈസ് എടുത്തുകൊണ്ടാണ് അരി ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ടിരിക്കുന്നത്. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.